ലെറ്റർ ബോക്സിലൊക്കെ കയറി കഴിഞ്ഞാണെങ്കിൽ A24 സിനിമകൾക്ക് നല്ല ഫാൻസ് ഉള്ള പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ A24 ഒരു സിനിമയുകൊണ്ടാണ് സിവിൽ വാർ എന്ന സിനിമ ഞാൻ കാണാൻ പോയത്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് സംസാരിക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. USA ഒരു ക്രൈസിസ് നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പെട്ടുപോകുന്ന കുറച്ച് ജേർണലിസ്റ്റിൻ്റെ സ്റ്റോറിയാണ് ഈ ഒരു സിനിമ പറഞ്ഞു വെക്കുന്നത്. ഇതിങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ വരെ എനിക്കിങ്ങനെ കുഴപ്പമില്ലാതെ കണ്ടിരിക്കാം, അല്ലെങ്കിൽ ഓക്കെയാണ്, അങ്ങനത്തെ ഒക്കെ രീതിയിലായിരുന്നു ഈ സിനിമ പോയിരുന്നത്. അപ്പോൾ അതുവരെ അത്ര വലിയ ഹൈ മൊമെൻറ്റ്സ് തരാനോ അല്ലെങ്കിൽ കാര്യമായിട്ട് എടുത്ത് പറയാവുന്ന അങ്ങനത്തെ ഒരു സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ സെക്കൻഡ് ഹാഫിൻ്റെ തുടങ്ങിയതിൻ്റെ ശേഷം ഏതോ ഒരു ട്രാക്കിലോട്ട് ഈ സിനിമ പോയി. പിന്നെ ഭയങ്കര ഭീകരത ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു സീന് വന്ന് കയറിയതിൻ്റെ ശേഷം എനിക്ക് ഈ സിനിമ നേരെ ഉൾട്ടടിച്ച്. അതുവരെ ഇങ്ങനെ കുഴപ്പമില്ല അങ്ങനെയൊക്കെ ഇരുന്നതിൻ്റെ ശേഷം പിന്നെ ഓരോ സീന് വരുമ്പോൾ പോലും എൻ്റെ കണ്ണൊക്കെ തള്ളിപ്പോയിട്ട് അങ്ങനത്തെ ഒക്കെ ഒരു പടമായിട്ട് പിന്നെ അത് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. അങ്ങനത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ സിനിമയ്ക്ക് വരുന്നതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് ഗംഭീരമായിട്ട് ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രഫിയാണ്. കാരണം ചില ഷോട്ടൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എടുത്തു വെച്ചിരിക്കുന്നത് അങ്ങനത്തെ ഒരു ടൈപ്പിലുള്ള കുറേ ഭീകരത്തെന്ന് പറഞ്ഞ കുറേ ഫ്രെയിംസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തു വെക്കുന്നതിൽ സിനിമാറ്റോഗ്രഫി പരിപാടികൾ നൈസായിട്ട് വന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ കാര്യമായിട്ട് പ്രതീക്ഷിച്ചൊന്നുമല്ല, കാരണം ഞാൻ അതിൻ്റെ ട്രെയിലർ കണ്ടില്ല, ടീസർ കണ്ടില്ല. പിന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ലെറ്റർ ബോക്സിലൊക്കെ അത്യാവശ്യം നല്ല റിവ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് ആ പേരും പറഞ്ഞിട്ട് ചുമ്മാ പോയതാണ്. ഭയങ്കരമായിട്ട് ഡിപ്രസിങ് ഉണ്ട് ഈ സിനിമ. ആ ഒരു ഇവൻറ്റ്സ് കണ്ടിട്ടും അങ്ങനത്തെ കുറേ ഇൻസിഡൻസൊക്കെ നടക്കുന്നതൊക്കെ കണ്ടിട്ട് മരവിച്ച് പോകുന്നൊരു അവസ്ഥയാണ് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുക. കാണാൻ പറ്റുകയാണെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്റേഴ്സിൽ നിന്ന് തന്നെ കാണേണ്ട ഒരു സിനിമയായിട്ടാണ് സിവിൽ വാറിനെ കുറിച്ചിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത്. ഒരു അബവ് ആവറേജ് സിനിമ. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.